ഹലോ എവ്രി വൺ വെൽക്കം ടു ലേണിംഗ് റോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് MCQs ആണ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 7 റേസ് ടു 7ന്റെ പവർ ആണ് 7 റേസ് ടു log to the base 7 raised to log to the base 7 x square minus 4x plus 5 is equal to x minus 1. Then the value of x is. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നമുക്ക് നോർമൽ ഒരു ബേസിക് ഒരു ഫോർമുല എന്ന് പറയുന്നത് a log x to the base a, അത് സെയിം ആണ്. അപ്പൊ a എന്ന് പറയുന്നതും ഇവിടെ രണ്ടും റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പൊ ലോഗിന്റെ ബേസും സെയിം a തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചെക്ക് ചെയ്യുക, എവിടെയും 7 ആണ്, ലോഗിന്റെ ബേസും 7 ആണ്. ഓക്കെ, അപ്പൊ അത് കാരണം നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് എഴുതാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന ആ പവർ ഇല്ലേ, എക്സ് സ്ക്വയർ മൈനസ് 4x plus 5, അങ്ങനെ തന്നെ എഴുതാൻ പറ്റും ഈ ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത് ഓൾറെഡി x minus 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ പവർ ഈക്വൽ ടു എക്സ് മൈനസ് 1 തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എക്സ് സ്ക്വയർ മൈനസ് 4x plus 5 is equal to x minus 1 നമുക്ക് കിട്ടി. ഇനി എക്സ് സ്ക്വയർ നമ്മൾ അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 5x plus 6 is equal to 0. ഇനി നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3x, അതാണ് മൈനസ് 5x എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് ഫാക്ടറൈസേഷൻ ചെയ്യാറില്ലേ, കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൾ ടു 0. അപ്പോൾ ഓരോന്നും ഈക്വൾ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂസ് കിട്ടാം? എക്സ് മൈനസ് 2 ഈക്വൾ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൾ ടു 2 കിട്ടും. എക്സ് മൈനസ് 3 ഈക്വൾ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൾ ടു 3 കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? 2, 3, അതായത് ഓപ്ഷൻ ഡി. Second question, two functions f and g are said to be equal if. രണ്ട് ഫംഗ്ഷൻസ് ഈക്വൽ ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയാം? അപ്പൊ കുറച്ച് റൂൾസ് തന്നിട്ടുണ്ട്, കണ്ടീഷൻസ് തന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഡൊമെയിൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഡൊമെയിൻ ഓഫ് ജി. രണ്ട് ഫംഗ്ഷൻസിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഇപ്പൊ സെറ്റ് എ ടു ബി, അതായത് എയിൽ നിന്ന് ബിക്ക് മാപ്പിംഗ് ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്നതാണ് എന്ത് ഡൊമെയിൻ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. അപ്പൊ രണ്ട് എഫ് ആൻഡ് ജി ഫംഗ്ഷൻസിന്റെ ഡൊമെയിൻ സെയിം ആയിരിക്കും. കോ ഡൊമെയിൻ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു കോ ഡൊമെയിൻ ഓഫ് ജി, അതായത് സെക്കൻഡ് സെറ്റ് ബി എന്ന് പറയുന്നത് കോഡൊമെയിൻ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷൻസിന്റെ കോഡൊമെയിൻ ഈക്വൽ ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ വാല്യൂ ഓഫ് എക്സ്. എക്സ് ഏത് വാല്യൂ കൊടുത്താലും രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെയിം വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുക. ഇനി ലാസ്റ്റ് വൺ ആണ് ഓൾ ഓഫ് ദീസ്. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the longest period of 4 cos cube x minus 3 cos x is. ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 2π/3, π/3, പൈ, 2π. അപ്പൊ ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് ഇന്റർവൽ കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും, ആ ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആവും. ഇപ്പൊ കോസ് സൈൻ ഫംഗ്ഷൻസ് എല്ലാം പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ 4 cos cube x മൈനസ് 3 cos x ഫോർമുല പഠിച്ചിട്ടില്ലേ നമുക്ക്? cos 3x ഫോർമുലയാണ് അല്ലെ. cos 3x ആണ് 4 cos cube x minus 3 cos x, അതായത് cos തീറ്റയ്ക്ക് ഇവിടെ 3x ആണ് തന്നിരിക്കുന്നത്. cos x ന് പകരം 3x ആണ്. നമുക്ക് പീരിയോഡിക് ഫംഗ്ഷന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കുക. പീരിയോഡിക് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഇറ്റ് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ പെർട്ടിക്കുലർ ടൈം ഇന്റർവൽ, അതായത് ക്യാപിറ്റൽ ടി. അതാണ് പീരിയഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടൈം പീരിയഡ് എത്രയാണ്? 2π ആണ്. 2π കഴിഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? 4 cos cube x minus 3 cos x. അതിന്റെ ലോങ്സ്റ്റ് പീരിയഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഇക്വേഷൻ 4 cos cube x minus 3 cos x എന്ന് പറയുന്നത് cos 3x ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക്, അതായത് എക്സിന് പകരം എന്താ? 3x ആണ്. അപ്പോൾ നമുക്ക് ടൈം പീരിയഡ് എത്രയാണ്? t ആണെന്ന് അറിയാം അല്ലെ. t. അപ്പൊ നമുക്ക് ഇവിടെ ടൈം പീരിയഡ് സാധാരണ ഒരു കോസ് ആൻഡ് സൈൻ ഫംഗ്ഷന്റെ ടൈം പീരിയഡ് 2π ആണെന്ന് അറിയാം. അപ്പൊ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3x equal to 2π. അപ്പൊ എക്സ് നമുക്ക് എന്താ കിട്ടുക? 2π/3. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 plus 2x by x plus 7. അപ്പൊ നമുക്ക് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു നോർമൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ലെറ്റ് എഫ് സച്ച് ദാറ്റ് എ ടു ബി ബി 1 to 1 ആൻഡ് ഓൺ ടു ബൈജക്റ്റീവ് രണ്ടും കൂടിയാണെങ്കിൽ then എഫ് ഇൻവേഴ്സ് എക്സിസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ബി ടു എ, ബിയിൽ നിന്ന് എയിലേക്ക് മാപ്പിംഗ് സംഭവിക്കും. അപ്പോൾ for each element b belongs to b with an element, okay, a that belongs to a, such that f of a is equal to b is called the inverse function f such that a to b. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് C
7x minus 1 നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പഠിച്ചു എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എഫ് ഇൻവേഴ്സ് ഓഫ് y is equal to x നമ്മൾ പഠിച്ചില്ലേ. സോ ഇവിടെ ഇങ്ങനെ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 to 1 ആയിരിക്കണം, ബൈജക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ എഫിന് എഫ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും. ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് എഫ് such that a to b is be a bijective. ബൈജക്റ്റീവ് രണ്ടും കൂടിയിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ put f of x equal to y and solve the equation y equal to f of x to obtain x in terms of y. അല്ലെ, ഇന്റർചേഞ്ച് എക്സ് ആൻഡ് വൈ ടു ഒബ്റ്റെയിൻ ഇൻവേഴ്സ്. അപ്പൊ നമുക്കറിയാം എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്, എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ത് എക്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോർമലി ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 + 2x by x + 7. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഇക്വേഷൻ 1 + 2x പറഞ്ഞാൽ 2x + 1 by x + 7. ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, എൽ എച്ച് എസിലേക്ക് ആർ എച്ച് എസിലേക്ക് ഡിനോമിനേറ്റർ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോകുക. അപ്പോ ഇവിടെ y ഇൻറ്റു ഇവിടെ താഴത്തെ ടേം x + 7 എന്തായിരിക്കും എക്സ് വൈ, y ഇൻറ്റു 1 ഓരോ ടേംസ് ചെയ്യുക, y പിന്നെ 2x × y 2x. അപ്പോ ഇവിടെ y into y into x plus 7 ആണ്. അപ്പൊ x into y xy, 7 into y 7y. അപ്പൊ xy plus 7y LHS കിട്ടും. RHS ആ ന്യൂമറേറ്റർ തന്നെ 2x plus 1. ഇനി റീഅറേഞ്ച് ചെയ്യുക, ജസ്റ്റ് LHS RHSും റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് 7y minus 1 is equal to 2x minus xy. കോമൺ ടേംസ് ഉള്ളത് പുറത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ x കോമൺ ടേം ആണ്, x പുറത്തേക്ക് എടുത്തപ്പോൾ 2 minus y is equal to 7y minus 1. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും, 7y. ഇവിടെ ആകെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം ടേംസ്. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 7y minus 1 ഡിവൈഡഡ് ബൈ 2 minus y. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം, ആ വൈക്ക് എല്ലാത്തിനും ജസ്റ്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പൊ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണം 7y minus 1 by 2 minus y-ല് y-ക്ക് പകരം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 7x minus 1 by 2 minus x. That's solution. Now fifth one, what is the domain of the function f of x equal to sine inverse x plus 1? അപ്പോൾ എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക. ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് -1 1, അതായത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് -1 1 എങ്ങനെ കിട്ടുക, നമ്മൾ എപ്പോഴും ഈ ഇനീക്വാലിറ്റി സൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. നമ്മൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും അഡീഷൻ സബ്ട്രാക്ഷൻ ഒരേപോലെ, എൽ എച്ച് എസിലും ആർ എച്ച് എസിലും സെയിം ചേഞ്ച് തന്നെ വരുത്തണം. അങ്ങനെയാണെങ്കിൽ ആ ഇനീക്വാലിറ്റിനെ അത് എഫക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1. നമുക്കറിയാം ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് -1 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതായത് ഈ രണ്ട് ഇന്റർവെൽസ് ശ്രദ്ധിക്കാം, -1ഉം 1ഉം കൂടിയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സബ്ട്രാക്ടിങ് 1 ഇൻ ദി എബവ് ഇനീക്വാലിറ്റി, ഈ രണ്ട് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും 1 സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, -1 എൽ എച്ച് എസിൽ വരും, 1 -1 ആർ എച്ച് എസിൽ വരും. അതായത് -1 എന്താ -2 ആണ്, ആൻഡ് 1 - 1 എന്താ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലി ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എന്താ, -2 0. അതായത് സൊല്യൂഷൻ ബി ആണ് കിട്ടുക. ഓക്കെ, next find the range of the real function f of x equal to x plus 1 by x minus 3. അപ്പോൾ ഇതിന്റെ റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അപ്പോൾ ആൻസർ ബി ആണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The range of a function is a set of all possible values it can produce, that is all values of y for which x is defined. അപ്പോൾ നമുക്ക് അറിയാം റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ വാല്യൂസിന് എക്സിന് കറസ്പോണ്ടിങ് y വാല്യൂസ് ഉണ്ടോ അതൊക്കെ എന്താണ് റേഞ്ചിൽ ഇൻക്ലൂഡഡ് ആവും. So the domain of a function f of x is set of all values for which the function is defined, and the range of the function is set of all values f takes. അല്ലെ, എഫ് ഓഫ് എക്സ് ആണ്, അതായത് എക്സിന്റെ വാല്യൂസ് അനുസരിച്ച് നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് കിട്ടില്ലേ, അതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വാല്യൂസും കിട്ടും. ആ സെറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് വാല്യൂസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ലെറ്റ് y ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 3 ആണ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ y ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
ഇനി ജസ്റ്റ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് റീഅറേഞ്ച് ചെയ്യുക. ഡിനോമിനേറ്റർ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോയി y ഇൻറ്റു എക്സ് മൈനസ് 3 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 അല്ലേ. ഇനി y എക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. y എക്സ് മൈനസ് 3y പിന്നെ എക്സ് എൽ എച്ച് എസിലേക്ക് എടുത്തു. അപ്പോൾ മൈനസ് എക്സ് ആയി ഈക്വൽ ടു ആർ എച്ച് എസിൽ 1 മാത്രം. ഇനി കോമൺ ടേം എന്താ? എക്സ് ഇൻറ്റു വൈ മൈനസ് 1. ഈ ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസിൽ എക്സ് കോമൺ ടേം ആണ്. എക്സ് ഇൻറ്റു വൈ മൈനസ് 1 മൈനസ് 3y ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഈ 3y നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ട് ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 പ്ലസ് 3y കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനലി എക്സ് എന്താ കിട്ടുക? 1 പ്ലസ് 3y ബൈ വൈ മൈനസ് 1. അപ്പോൾ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ് വെൻ വൈ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ എന്താ കിട്ടിയിരിക്കുന്നത്? വൈ മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ വൈ മൈനസ് 1 0 ആയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഡിഫൈൻഡ് അല്ല. അപ്പൊ എന്ത് ചെയ്യണം? വൈ മൈനസ് 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വൈ ഈക്വൽ ടു 1 വൈ 1 ആയിരിക്കുമ്പോഴാണ് വൈ മൈനസ് 1 0 ആവുക. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? റേഞ്ച് അതായത് നോർമൽ റേഞ്ച് മൈനസ് 1. അപ്പൊ 1 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പൊ അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട്. Next one, if 2f of x plus 3f of minus x is equal to 5 minus 6x, then f of x എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? 2f of x plus 3f of minus x is equal to 5 minus 6x ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ റീപ്ലേസ് ചെയ്യുക. അതായത് എക്സിനെ മൈനസ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. എഫ് ഓഫ് മൈനസ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പൊ എക്സിനെ മൈനസ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2f of minus x ആണ്. അതായത് ആദ്യത്തെ ടേം 2f of x ന് പകരം 2f of minus x കിട്ടും. സെക്കൻഡ് ടേം 3f of minus x ന് പകരം x ന് മൈനസ് എക്സ് കൊടുത്താൽ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ 3f of x കിട്ടും. ഓക്കെ, അപ്പൊ 3f of x plus 2f of minus x is equal to 5 plus 6x. പ്ലസ് വരാൻ കാരണം x ന് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ ടേംസ് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ 4f of x plus 6f of minus x is equal to 10 minus 12x. അതായത് 9f of x plus 6f of minus x is equal to 15 plus 18x. ഇത് നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യില്ലേ എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കില്ലേ എക്സിന്റെ വാല്യൂസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധാരണ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ ഇത് രണ്ടും സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് 5f of x equal to 5 plus 30x ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സാധാരണ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, അത് കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് f of x എന്താന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ f of x എന്താ കിട്ടുക? 1 plus 6x ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ f such that r to r is injective? ഇവിടെ B ആണ് ആൻസർ വരിക. f of x is equal to minus x such that x belongs to R. അപ്പൊ അതെങ്ങനെ വരിക? An injective function means 1 to 1. അതായത് 1 to 1 പറഞ്ഞാൽ എന്താ? ഇപ്പൊ f എന്ന് പറയുന്നത് A to B മാപ്പിംഗ് ആണെങ്കിൽ എയിലത്തെ ഓരോ എലമെന്റിനും ബിയിൽ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സും മാപ്പിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ കൺസിഡർ f of x is equal to minus x. Consider f of x is equal to minus x. Let f of x is equal to f of y. ഇപ്പൊ മൈനസ് എക്സ് എന്താ? മൈനസ് വൈ ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ. എക്സും വൈയും ആർ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആണ്, എലമെന്റ്സ് ആണ്. ആൻഡ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ. ഇപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് എന്താ? മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ഫോർ എവറി വാല്യൂ ഓഫ് എക്സ് വി ഗെറ്റ് എ ഡിഫറെന്റ് വാല്യൂ ഓഫ് എഫ്. അപ്പൊ ഈ ഇൻജക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്ട് ഇമേജസ് ഉണ്ടാവണം അല്ലെ. എയിലത്തെ ഓരോ എലമെന്റിനും ഡിഫറെന്റ് ഇമേജ് ബിയിൽ ഉണ്ടാവണം. അത് അപ്പോഴാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കുക. അപ്പൊ ഇവിടെ എക്സിന്റെ ഓരോ വാല്യൂസിനും വൈക്ക് ഡിഫറെന്റ് വാല്യൂസ് വരും. അപ്പൊ അത് ഇൻജക്റ്റീവ് ആണ്. Ninth one, set P has 4 elements and set Q has 5 elements. How many numbers of injections are defined from P to Q? Injections are injective functions. എത്ര injective functions നമുക്ക് P യിൽ നിന്ന് Q യിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് 24, 96, 480, 120. ഇപ്പൊ ഇതൊരു കാൽക്കുലേഷൻ ആണ്. അതിന് ജസ്റ്റ് ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. n p to the base m is equal to n factorial divided by n minus m factorial. ഇതില് if set P has m elements and Q has n elements, അങ്ങനെയാണെങ്കിൽ then the number of injections, injective functions from P to Q എങ്ങനെ കണ്ടുപിടിക്കാം?
എൻ പി എം എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് എൻ ഫാക്ടോറിയൽ. എൻ എന്ന് പറയുന്നത് ക്യൂവിലത്തെ എലമെന്റ്സും എം എന്ന് പറയുന്നത് പിയിലത്തെ എലമെന്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് എലമെന്റ്സ് ഏതൊക്കെ തന്നിരിക്കുന്നത്? പി യും ക്യൂ. പിയുടെ എലമെന്റ്സ് ആണ് 4 ആണ്. ഓക്കെ, പി ഹാസ് 4 എലമെന്റ്സ്, ക്യൂ ഹാസ് 5 എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇൻജെക്ഷൻസ് ഡിഫൈൻ ഫ്രം പി ടു ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 5p4, അതായത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 4 ഫാക്ടോറിയൽ. അപ്പൊ നമ്പർ ഓഫ് ഇൻജെക്ഷൻസ് എത്ര? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് 120. Last one. If f of x is equal to x square plus 2 and g of x equal to 2x minus 3 are real functions, then f o g of x. നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് പഠിച്ചില്ലേ? അപ്പോൾ അതില് എ ടു ബി ആണ് എഫ്, ബി ടു സി ആണ് ജി. അങ്ങനെയാണെങ്കിൽ എഫ് ഒ ജി, എ ടു സി മാപ്പിംഗ് എങ്ങനെയാണ്, ഫംഗ്ഷൻ എങ്ങനെയാണ്, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടത്. അപ്പൊ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്ന ശ്രദ്ധിക്കുക. എഫ് ഓഫ് എക്സ് എന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2, ജി ഓഫ് എക്സ് എന്നത് 2x മൈനസ് 3. അങ്ങനെയാണെങ്കിൽ എഫ് ഒ ജി ഓഫ് എക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എഫ് ഒ ജി ഓഫ് എക്സ് എന്താ? നമുക്കറിയാം എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് എന്താ ആൻസർ വരുന്നത് നോക്കാം. ഗിവൺ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആൻഡ് ജി ഓഫ് എക്സ് ഇക്വൽ ടു 2x മൈനസ് 3. അങ്ങനെയാണെങ്കിൽ എഫ് നമുക്കറിയാം എഫ് ഒ ജി ഓഫ് എക്സ് എന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് അല്ലെ. ഇപ്പൊ എഫ് ഒ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് ഈ ജി ഓഫ് എക്സ് എന്താ തന്നിരിക്കുന്നത്? 2x മൈനസ് 3 ആണ്. അപ്പൊ അത് അതിന്റെ അർത്ഥം എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് 2x മൈനസ് 3, അതായത് എഫ് ഒ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ എഫ് ഓഫ് 2x മൈനസ് 3 എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണെന്ന്. അപ്പൊ അതില് എക്സിന് പകരം ഇനി എന്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2x മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം 2x മൈനസ് 3 കൊടുക്കുക. അപ്പൊ 2x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 2, അങ്ങനെ തന്നെ ചേഞ്ച് ഇല്ല. അപ്പൊ എഫ് ഒ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് എക്സ്പാൻഡ് ചെയ്യുക. 2x മൈനസ് 3 ഹോൾ സ്ക്വയർ എന്താ? 2x ഹോൾ സ്ക്വയർ, 4x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2x ഇൻറ്റു 3 പ്ലസ് 9 പ്ലസ് 2. അപ്പൊ ഫൈനലി എഫ് ഒ ജി ഓഫ് എക്സ് നമുക്ക് കിട്ടുക 4x സ്ക്വയർ മൈനസ് 12x പ്ലസ് 11, അതായത് ഫസ്റ്റ് വൺ ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു.